പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ശക്തമായിട്ട് ബലി അർപ്പിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളായിരിക്കുന്നത് നെസ്റ്റ്, അതായത് തൃശ്ശൂർ അതിരൂപതയുടെ ഡി അഡിക്ഷൻ സെൻ്റർ ആണ് നെസ്റ്റ്. ഇവിടെ ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കര അച്ഛൻ്റെ ആത്മീയ പിതാവാണ്, അച്ഛൻ്റെ കുമ്പസാരക്കാരനാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു തളർച്ചയും ഒരു 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 മന്ദതയൊക്കെ വരുമ്പോൾ വേഗം ടിജോ അച്ഛൻ്റെ അടുത്ത് വരും. അച്ഛൻ്റെ അടുത്ത് ചിലപ്പോൾ കുമ്പസാരിക്കും, അല്ല നന്നായിട്ടും അച്ഛൻ്റെ അടുത്ത് ഒരു ബ്ലെസ്സിങ് മേടിക്കും. സഹോദരങ്ങൾ, അത്ഭുതകരമായ വിധത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവം അച്ഛനെ ഉപയോഗിക്കുന്നുണ്ട്. അച്ഛനൊരു പക്ഷെ കണ്ടമാനം അങ്ങനെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ക്യാമറയുടെ മുൻപിലൊന്നും വരാൻ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിശബ്ദനായിട്ട് കറ്റൻ്റെ പുറകിൽ ശക്തമായ വിധത്തിൽ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ് ബഹുമാനപ്പെട്ട ടിജോ അച്ഛൻ. അച്ഛൻ ഈ നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിലാണ്. അച്ഛൻ്റെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെങ്കിൽ, ഇവിടുത്തെ മക്കൾ, അതായത് ഇവിടുത്തെ അന്തേവാസികൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അവർ പോകുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ ശരിക്കും വീണ്ടും മദ്യപിച്ചു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖത്ത് വലിയൊരു വേദനയുള്ളതായിട്ട് കാണാറുണ്ട്. അതേസമയം തന്നെ അച്ഛൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? അയാൾക്ക് ഇവിടുത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞ് മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ, ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എൻ്റെ സഹോദരങ്ങളെ അച്ഛൻ്റെ മുഖത്തെ സന്തോഷം ഞാൻ കണ്ടിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ഒരു തിരുവചനം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കടന്നു വരികയായിരുന്നു. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. സഹോദരങ്ങളെ, സ്വർഗത്തിന് കൂടുതൽ സന്തോഷം എന്നുള്ളത് നമ്മൾ നീതിമാന്മാരാകും, നമ്മൾ പാപം ചെയ്യാത്തവരാകും ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതേസമയം തന്നെ സഹോദരങ്ങളെ, നമ്മളൊരു പാപത്തിൽ പെട്ടുകിടക്കുക. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്, ഈശോയുടെ കരുതലിനെ കുറിച്ച്, പാപികൾക്ക് വേണ്ടി, പാപിയെ എനിക്ക് വേണ്ടി ഈശോ ദാഹിക്കുന്നതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ഞാൻ യേശുവിലേക്ക് തിരിയുമ്പോൾ ഈശോയ്ക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം മഹത്തരമാണ്. അതുകൊണ്ട് ഈ ഒരു ദിനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ വലിയൊരു ആത്മീയ മുരടിപ്പിലാണ്, ഒരു തളക്കദോഷത്തിലാണ്. സഹോദരങ്ങളെ, നമ്മൾ ഭഗ്നാശരാകരുത്. യേശു നമ്മുടെ വീണ്ടെടുപ്പിനായി, നമ്മുടെ തിരിച്ചുവരവനായി യേശു ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾ എത്രമാത്രം അങ്ങയിൽ നിന്ന് അകന്നാലും അങ്ങ് വലിയ ആഗ്രഹത്തോടു കൂടി ഞങ്ങളെ തിരിച്ചുവരവനായി അങ്ങ് കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ, കർത്താവെ, അങ്ങനെ യേശുവിലേക്ക് തിരിച്ചു നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, വചനത്തിന്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.